വീട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോവുക, അങ്ങാടിയിലേക്കോ പള്ളിയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളിലേക്കോ ഏത് വിഷയമാണെങ്കിലും ഇറങ്ങിപ്പോകുന്ന സമയത്തും ഒരു ആയത്തുൽ കുർസി ഓതി. അതേപോലെ വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന സമയത്തും നമ്മൾ ആയത്തുൽ കുർസി ഒന്ന് ഓതണം. കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിടന്ന ഉടനെ നാം ആയത്തുൽ കുർസി ഓതണം. അതോടൊപ്പം സുബഹി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരായത്തുൽ കുർസി ഓതുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ഒരായത്തുൽ കുർസി ഓതുക. അപ്പോൾ നമ്മൾ എത്ര ആയത്തുൽ കുർസി ഒരു ദിവസം ഓതണം? വസ്വാസ് രോഗം കൂടുതൽ പ്രയാസമുള്ളവർക്ക് പെട്ടെന്ന് ശിഫ കിട്ടാൻ, സമാധാനം കിട്ടാനുള്ളൊരു സൂത്രമാണ് ആയത്തുൽ കുർസി. നമുക്കറിയാം കുറഞ്ഞ മിനിറ്റുകൾ മതി, 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 5 എണ്ണം നാം ഓതി, അങ്ങാടിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ഓതി, വീട്ടിൽ കയറി വരുമ്പോൾ ഓതി, പിന്നെ അതുപോലെ കിടക്കാൻ നേരം ഓതി, രാവിലെ ഒന്ന് ഓതി, വൈകുന്നേരം ഒന്ന് ഓതി. ഈ രൂപത്തിൽ ആയത്തുൽ കുർസി ഓതിയാൽ അവന് സമാധാനം.